ഇങ്ങനെയാണ് സെറ്റ്. വെൽക്കം ടു ട്രാവൽ വൈബ്സ്. ട്രാവൽ വൈബ്സിൻ്റെ മറ്റൊരു കിടിലൻ ഓഫ് റോഡ് എക്സ്പ്ലോറിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഏതോ ഒരു സ്ഥലത്താണല്ലോ. എന്താണെന്ന് കറക്റ്റ് സ്ഥലത്തിൻ്റെ റൂട്ടും കാര്യങ്ങളൊന്നും കറക്റ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോ കണ്ട കുറേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്ന ജിസാനിലുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തേക്ക് വരുന്ന കിടിലൻ വീഡിയോസാണ് ലാസ്റ്റ് വീഡിയോസ് ഉള്ളത്. അതേപോലെ തന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഇങ്ങോട്ട് ഇറങ്ങാൻ വലിയ പണിയില്ലായിരുന്നു, പക്ഷേ ഇനി തിരിച്ചു കയറുക എന്നുള്ളത് വൻ ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ആ എപ്പിസോഡ് അവിടെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് പുതിയ എപ്പിസോഡായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ലെങ്ത്ത് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതേപോലെ വീഡിയോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് കിടക്കാം. ഇതാണ് ഇൻഫിനിറ്റി പൂള്. ഈ ഇൻഫിനിറ്റി പൂളിൻ്റെ ഒരു സർപ്രൈസ് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ പൂള് ഇരിക്കുന്ന ലൊക്കേഷൻ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറഞ്ഞോളൂ എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ പൂളിൻ്റെ തൊട്ടടുത്തുള്ള ലൊക്കേഷനാണിത്. താഴോട്ട് നോക്കിയാൽ ഒരു പിടുത്തവും കിട്ടില്ല, ക്യാമറ നോക്കിയാലോ. പക്ഷേ വേറെ ലെവൽ സ്ഥലം, വേറെ ലെവൽ. എനിക്ക് കൂടുതൽ ഇവിടുന്ന് നിന്നിട്ട് എടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് എന്താ പറയുക, ഹൈറ്റ് കൂടുതലുള്ള സ്ഥലമാണ്. ഇപ്പം കണ്ട, ഇതിൻ്റെ താഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ടേക്കാണ്. ഇതിൻ്റെ കറക്റ്റ് ഹൈറ്റ് ലെങ്ത്തും കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം അതൊരു അൺനോൺ സ്പേസ് ആണ്. ഇവിടെ ഒരു ടൂറിസ്റ്റേഴ്സിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ പറ്റും, റിയാദിലെ സ്പ്ലെൻഡഡ് അറേബ്യ കോബ്ര ടീം അവർ മാത്രമേ ഇവിടെ വന്നതായിട്ട് ഞങ്ങളിപ്പോൾ കണ്ടതുള്ളൂ. വേറെ ഒരു എക്സ്പാട്രിയേറ്റ്സിനെയും കണ്ടിട്ടില്ല. കിടിലൻ സ്ഥലം, കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലോസ്കി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ പ്ലാന് കാര്യമായിട്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാന് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളൊരു അൺപ്ലാൻഡ് എക്സ്പ്ലോറിങ് ട്രിപ്പായിട്ടാണ് പോകുന്നത്. അപ്പം ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഏതെങ്കിലും പുതിയ ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി തിരിച്ചു പോകുന്ന റൂട്ടും നല്ല റൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തിരിക്കുമെന്നൊന്നും പ്ലാൻ ആക്കിയില്ല. ആദ്യം ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങ് നീങ്ങാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഇവിടെ നല്ല ഫീലാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ട് നിൽക്കും, അല്ലെങ്കിൽ പോകുന്ന വഴിയിലാണെങ്കിലും ക്യാമ്പ് ചെയ്തിട്ട് നിൽക്കും. നമ്മുടെ മാനുപ്പ മാരക പോസ്റ്റിങ്ങാണ്, ഒന്നും പറയാനില്ല. കിടിലൻ സ്ഥലത്താണ്. അതേപോലെ സജു അതാ കയറിയിരിക്കുന്നത്. സജു ചാടാനുള്ള പരിപാടിയാണ്, പക്ഷെ ആയിട്ടില്ല. ഇവിടെ ആദ്യം ഇവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. മാറുപ്പായി കാച്ചിക്കോ. ഒന്നും പറയല്ല, രക്ഷ. തണുപ്പുണ്ടോ വെള്ളം? തണുപ്പുണ്ടോ? കുളിക്കാൻ പറ്റിയ തണുപ്പാണല്ലേ. പിന്നെ എന്താ ചാടി ചാടി പോകുന്നേ. വിപിനെ കാലിൽ വെള്ളം ഉണ്ടെങ്കിൽ സ്ലിപ്പ് ആവട്ടോ. ഇതുവഴിയാണ് അങ്ങോട്ട് മുകളിലേക്ക് കയറുന്നത്. സജു തിരിച്ചിറങ്ങാം. ഓക്കെ, സംഭവം നാട്ടില് അതേമാതിരി നാട്ടിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇത് വലിയൊരു സംഭവം, നല്ലൊരു വെള്ളച്ചാട്ടം അതേപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു. പക്ഷെ സൗദിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തുക പോവാന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫീൽ തന്നെയാണ്. ചാടറാ, വെള്ളത്തിലൊക്കെ ചാടിച്ച് അതിലങ്ങോട്ട് പോരെ. ഇവനെ ചാടിച്ചാടി ഒരു കയ്യില് തുണി ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ അല്ല കിടലൻ ഫിഷ് സ്പാ അല്ലേ? എങ്ങനെയുണ്ട്? അതെ, അറുഫിന്റെ കാലൊക്കെ നോക്കട്ടെ ഒരു മിനിറ്റ്. അറുഫിലോ അയ്യവാ ഇത് ഇളകുന്നുണ്ട് വെള്ളം. ഓ, സജുവിൻ്റെ ഇത് നന്നായിട്ടുണ്ടല്ലോ. എന്നാ ജോയി ഫോണൊന്ന് ഇത് പിടിച്ചിട്ടൊന്ന് വെള്ളം ഇളക്കി കാറ്റടിച്ചു. എന്താണ് മാനിപ്പത് ആസ്വദിക്കുന്നത്? പക്ഷെ മാനിപ്പന്റെ കാൽമല മീന് താഴ്ഭാഗത്തല്ലോ. ഈ പിന്നെതാ ഇഷ്ടം പോലെ. അയ്യോ,
ചാടറേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു കയറാണ്. ഇച്ചിരി മുകളിൽ കയറിയിട്ട് വേണം ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് തീരുമാനിക്കണം. ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എവിടെ ക്യാമ്പ് ചെയ്യാം, എവിടെ താമസിക്കാം എന്നൊക്കെ ഉള്ളത്. എവിടെയാണ് താമസിക്കുന്നതൊന്നും തീരുമാനിച്ചിട്ടില്ല. നല്ല ലൊക്കേഷൻ അവിടെ കിട്ടും. ഇന്നിപ്പോൾ എന്തായാലും ലേറ്റായി, ഇനിയിപ്പോൾ പോകുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ ക്യാമ്പ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ആടൊക്കെ കിട്ടുകയാണെങ്കിൽ ബാബിക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഇവിടെ കുറേ ആടിനെ വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. കുഴപ്പമില്ല. ഇതിൽ ഈ ഒരു മരത്തുമലൊക്കെ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ. ഈ ഒരു സ്പോട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കാറ്റ്, നാട്ടിലൊക്കെ എന്താ പറയുക, നമ്മൾ കക്കാടംപൊയിലോ ഇടുക്കി സൈഡിലോ വയനാട്ടിലൊക്കെ പോകുമ്പോഴുള്ള പോലെ ചെറിയ തണുത്ത കാറ്റും നല്ല കിട്ടുന്ന സ്ഥലം. അത്യാവശ്യം പച്ചപ്പുണ്ട്, പാറകളും ഉണ്ട്, വൈബന്. ആ കുപ്പിയും സാധനമൊക്കെ അങ്ങോട്ട് മുകളിലേക്ക് കൊടുക്കും. റിയാസ് ഫാൻസ് ഒക്കെ ഉണ്ടാവും നോക്കിയോണ്ട്. അസോസിയേഷൻ ഉണ്ട്. കൊണ്ടോട്ടിയിലെ വാഴക്കാടിലെ സ്റ്റാറാണ് റിയാസ് അല്ലേ. ഈ ഒരു ഇൻഫിനിറ്റി പൂള് തുടങ്ങുന്നിടത്തേക്ക്, അതായത് നമ്മൾ ഒരുപാട് ഓഫ് റോഡൊക്കെ ഓടിയിട്ട് ഇവിടെ എത്തുന്നിടത്ത് ഇതേപോലെ ആ കാണുന്ന വൈറ്റ് ഷെഡാണ് ഒരു ബക്കാലാണ്. കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു പള്ളിയുണ്ട്. പിന്നെ ഇത് ഇവർ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിലൊരു ബാത്റൂം സൗകര്യം അതുമുണ്ട്. ഒരുവിധം ഓഫ് റോഡൊക്കെ ചെയ്ത് ക്യാമ്പ് ചെയ്യണമെന്നൊക്കെയുള്ളവർക്ക് ഇവിടെ എത്തിയാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇങ്ങോട്ടുള്ള എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്പേസാണ്. കാരണം നമുക്ക് അവിടുന്ന് കയറി വരുമ്പോൾ അങ്ങോട്ടും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ഏരിയയിൽ വന്നിട്ട് വിക്കിലൊക്കെ സെർച്ച് ചെയ്താൽ ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടൊക്കെ നമ്മൾ സേവ് ചെയ്യും. അതേപോലെ തന്നെ സേവ് ചെയ്ത് വെച്ച കുറച്ച് റൂട്ട്സുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് നിന്ന സ്ഥലത്തിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം താമസിക്കുന്ന ആ ഒരു മലയുടെ മുകളിലായിരുന്നു. ഇന്ന് എന്താണ് ഇവിടെ എന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് താഴോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം ഒന്നും പറയാനില്ല. പോകുന്നത് ശരിക്കും മുതലായി. ഇതാണ് ഇവിടുത്തെ വ്യൂ. നേരത്തെ അവിടുന്ന് കണ്ട ആ ഒരു പൂളിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ആ ചെറിയൊരു വെള്ളക്കെട്ടിൻ്റെ ഭാഗം ആ സൈഡിലാണ് വരുന്നത്. ഇത് എഡ്ജ് ഓഫ് ദ വേൾഡ് ഒന്നുമല്ല. ഇവിടെ വന്നിങ്ങനെ കാണും കേട്ടോ. അത്രക്കും ഹൈറ്റാണ്. ശരിക്കും ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ചെറിയ ഫോഗും നന്നായിട്ട് കാറ്റും തുടങ്ങി. ഇവിടെയൊക്കെ വരുന്നവർക്ക് മുകളിലേക്കൊക്കെ ട്രക്ക് ചെയ്തിട്ട് കയറാം. അതേപോലെ തന്നെ പോയി ക്യാമ്പ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ്. പക്ഷേ ഇങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ ഇതാണ് പക്ക എക്സ്ട്രീം ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ ഇങ്ങോട്ട് പോരുള്ളൂ. മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഫോർച്യൂണറെങ്കിലും വേണം. ഈ ചെറിയ വണ്ടികളുണ്ടല്ലോ, RAV4, അതേപോലെ തന്നെ ഉണ്ടായിട്ട് തൂക്സനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഹൈറ്റ് കുറഞ്ഞ വണ്ടിയാണ് എന്തായാലും അടി തട്ടും. അതുമല്ല തിരിച്ച് കയറുമ്പോഴും കുറച്ച് പാടാണ്. അപ്പം കയറുന്ന റൂട്ട് നമുക്ക് കാണാം. ഞങ്ങൾ ഇന്ന് രാത്രി ഇനി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. പക്ഷേ നാളെ പോകുന്നതും ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾ വന്ന റൂട്ട് കാണണമെങ്കിൽ മുന്നത്തെ വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനിയും മുകളിലോട്ട് മലനിരകളുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. ഇതിൻ്റെ ഏതോ ഒരു പോർഷനിലായിരുന്നു താമസിച്ചിരുന്നത്. നമ്മൾ മുകളിൽ നോക്കിയപ്പോൾ നല്ല
നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ ആയിരുന്നു. പക്ഷെ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. കുറേ ഇങ്ങോട്ട് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ നേരം ഇങ്ങോട്ടേക്ക് ഓടിയതിന് ശേഷമാണ് ഈ ഒരു സ്പോട്ട് നമുക്ക് കിട്ടിയത്. ഇതാണ് ഇവിടുത്തെ മസ്ജിദ്. നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഇത് കാണാം. ഒന്നുമില്ല, ഒരു പണ്ട് മണ്ണായിരുന്നു, ഇപ്പം കുറച്ച് സിമെൻ്റൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. മരങ്ങളാണ് മുകളിൽ, സീലിങ്ങൊക്കെ മരം കൊണ്ടാണ്. കയറി നോക്കാം അവസ്ഥ എന്നല്ല എന്താ, മരവും ഈ മണ്ണും വെച്ചിട്ടുണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ്. ഇത് ഏതാണ് മരം യൂസ് ചെയ്തെന്നുള്ളത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അത്തിമരാണ്. ഇതിപ്പോൾ ഇതാ ഫോർച്യൂണർ ഒന്ന് ഓടിച്ചു നോക്കുകയാണ്, ഇതുവരെ ഓടിച്ചിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ജോ അങ്ങോട്ട് പോരുമ്പോൾ? എന്താ സ്ഥിതി? അടിപൊളി, ഒരു കുഴപ്പമില്ല. സംഗതി 4 സിലിണ്ടർ ഒക്കെ ഇനി, പക്ഷെ ചെറിയൊരു പേടി ഉള്ളിലുണ്ടായിനി 4 സിലിണ്ടർ ആയതുകൊണ്ട് കയറാതെ നിൽക്കുമെന്നുള്ളത്. അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇൻഷാ അല്ലാഹ് നല്ല സോഫ്റ്റ് വെള്ളമാണല്ലോ അവിടെ. സംഭവം ഇവിടെ എത്തിയപ്പോൾ റോഡ് ട്രാക്ക് കാണുന്നില്ല. തന്നെ പെർഫെക്റ്റ്. ഓക്കെ, ഇതാണ് വിക്കി ലോക്ക് എന്ന് പറഞ്ഞ ആപ്പ്. ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നെറ്റിലൊന്ന് ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി വിക്കി ലോക്ക്. ഇത് ഫ്രീ അല്ല, 49 റിയാൽ 1 ഇയർ പെർ ഇയർ ആണ്. ഇതിൽ നമുക്ക് ഒരുവിധം ഓഫ് റോഡ് റൂട്ടിലൊക്കെ പോയാൽ അവിടെയൊക്കെ ഇഷ്ടം പോലെ ട്രാക്കുകൾ സേവ് ചെയ്ത ട്രാക്ക് ഉണ്ടാവും. അത് നോക്കിയാൽ മതി. കാർ അതിലൊരുപാട് ഓപ്ഷൻ ഉണ്ട്, വാക്കിങ്, റണ്ണിങ്, അതേപോലെ കാറ്, ബൈ റോഡ്, ഓഫ് റോഡ് നോക്കിയാൽ മതി. ഇഷ്ടംപോലെ റൂട്ട്സ് നമുക്ക് കിട്ടും. ഇതിലിപ്പോൾ ഇതുവരെ നമുക്ക് ഈ റൂട്ടിൽ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മളൊരു ഐഡിയ വെച്ചിട്ട് നേരത്തെ ചോദിച്ചിട്ടും അല്ല, ഈ റൂട്ട് ഇപ്പോൾ മറ്റൊരു ഷെയർ ചെയ്തതാണ്. മറ്റൊരു കാരണം ഷെയർ ചെയ്തത് അവര് ക്യാമ്പ് ചെയ്ത സ്പോട്ടും ഇതൊക്കെയാണ്. പക്ഷെ ഈ റൂട്ട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഐഡിയ വേണം. ഒരു നേരത്തെ അവര് ക്യാമ്പ് ചെയ്ത സ്പോട്ടാണിത്, കാണുന്നില്ല ഇന്നലെ. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ ആണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാന്ന് വിചാരിക്കണേ. കണക്ട് ആയില്ലേ? ഇപ്പൊ കണക്ട് ആയില്ലേ? ആ എന്നെ നമ്മള് നേരത്തെ പോയ റൂട്ടില്ലേ, ആ തിരിന്റെ സ്ഥലം മാറിയാ ഞങ്ങള് നേരത്തെ കണ്ടിന്. ഈ ഭാഗോ റൈറ്റ് ലെഫ്റ്റ്, സോറി. വാ മെല്ലട ഇറക്കിയോ. അതുപോലെ പ്രൈവസി കാരണം തിരിച്ചോളൂ. ഇവിടെ
അതിൻ്റെ ഉള്ളിലൊരു വീട് ഒന്നും ഉണ്ട് അല്ലേ? ആ അതെ അതെ. ഇത് കുറച്ച് വെച്ച് പിടിട്ടോ. ഇതൊക്കെ കുറച്ച് മറ്റു വിട്ട് പിടി. ഇത് നല്ല മുള്ള, നല്ല മാനപ്പതി ഇല്ലേ? ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഈ കുറച്ച് വിട്ടുപിടി, കുറച്ച് വിട്ടു. ആ നമ്മളിതാ അവിടെ ഒരു സ്ഥലത്തെത്തിന്. ഇന്ന് രാത്രി ബാർബിക്യൂ ആക്കാൻ ഒരു ആടിനെ കിട്ടുമെന്നുള്ളൊരു ശ്രമത്തിലാണ്. ആട് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഇവര് കൊടുക്കുമല്ലേ അറിയില്ല. വലിയ പെരുന്നാളാണല്ലോ, അപ്പോൾ ഒരു ആട് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് ആടാട്ടത്. ഓലിപ്പോ കൊടുക്കൂലെന്നാ പറയണേ. ആടുംകുട്ടിനെ ഇട്ടിയാൽ മതി ഇനി. ആ എന്താല്ലേ, അവിടുന്ന് വിളിച്ച പോത്തിനും ഇവിടുന്ന് ഫുള്ള് വരിയായിട്ട്. അവിടുന്ന് ആരും തൊളിക്കാനൊന്നുമില്ല. ഇതെന്താ ബലു പോകത്ത്? ഞാ വിളിച്ചണതാ. ആ ആടോക്കാ വരിയായിട്ട് അടക്കം ഒതുക്കത്തോടെ പോണതാ. കൂറ്റുണ്ട് ഇടക്ക് കൂറ്റുണ്ട്. കല്ല ആടെ മതി. ഓ പോ. ഇവിടെ തേൻ്റെ കൃഷി നടക്കുന്നുണ്ട്, അതൊന്ന് പോയി നോക്കാം. السلام عليكم. هذا كيف هذا؟ أنا بشوف كذا أسوي صورة. كيف ترتيب هذا تكلم؟ وانا لو نبرنودا. اوكي شكرا. തേനെടുത്ത് വേസ്റ്റ് തോന്നുന്നു. പോളാണ്. ആ ഇത് മരം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഹോളിലൂടെയാണ് തേനീച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വരുന്നത്. അപ്പുറം ഉണ്ടല്ലോ, അപ്പുറം വേറെ ടൈപ്പ് ആണല്ലോ. നോക്കിയാ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റ്. ശുക്രൻ മുതൽ شيل شفت اوه
അതിനുള്ളിലൊക്കെ തേനീച്ച കാണാൻ പറ്റും. ഇത് ചെറിയ ഈച്ചയും അത് വലിയ ഈച്ചേൻ്റെ ഒക്കെ എന്ന് പറയുന്നത്. ഇത് പ്ലൈവുഡൊക്കെ ഇട്ടിട്ട് ചെയ്താണ്. നോക്കാം നമുക്ക്. هذا صغير ولا هذا كبير صح؟ هذا جديد، هذا كله جديد. كله جديد ولا هذا كبير ولا صغير؟ هذا لا وزن؟ هذا صغير. هذا صغير. ഇത് ചെറുത് മറ്റേത് هذا كله سوا وزن واحد. هذا كله كبير. പുറത്തെ സാധനമാണ്. അതായത് ബ്രോയിലർ കോഴി, നാടൻ കോഴി, നാടൻ കോഴി, ബ്രോയിലർ കോഴി. ഇതാണ് സംഭവം. ഇതിപ്പം 250 പറഞ്ഞ 150 വരെ ആയിട്ടുണ്ട്. 100-നാണെങ്കിൽ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 100 റിയാൽ വരെയൊക്കെ നമുക്ക് വാങ്ങിക്കാം. ايش اسمك يا مدير؟ عبد الله اسمه. عبد الله من يمن صح؟ ايه من اليمن. انت يجي مطار ولا يجي واكينج؟ يجي باص. يجي بس. انا فكر ممكن انت يجي من هنا. لا لا يعني عندي اقامه اجي باص هذا. معلوم انا معلوم ما شاء الله. في هنا في نفر هندي يجي هنا ممكن. ما قد شفت. ഈ ഒരു വാദിയുടെ വ്യൂ ആണ്. 4 സൈഡും മലകൾ, പാറകൾ, അതിനിടയിൽ കുറേ പച്ചപ്പും നല്ല തണുത്ത കാറ്റുമുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയായി. കിട്ടുന്ന നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. ഞങ്ങൾ എന്തായാലും ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കും. ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് എടുത്തിട്ട് അവിടെ ടെൻ്റൊക്കെ അടിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ സ്റ്റേ അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളിന്ന് ടെൻ്റ് അടിച്ച് സ്റ്റേ അടിക്കാൻ പോകുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെയാണ് സ്റ്റേ അടിക്കാൻ പോകുന്നത്. ഒരു ചാക്ക് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യണം. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം ഇവിടുന്ന്. അപ്പോൾ അതാ നമ്മൾ പിന്നെ നമ്മളെ ക്യാമ്പിംഗ് സ്പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് കുക്കിങ്ങിനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിക്കൻ കറിയും നെയ്ച്ചോറും തന്നെയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് തീരുമാനിച്ച്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ഡിന്നർ സെറ്റാക്കുകയാണ്. ചിക്കൻ കറിൻ്റെ ഉള്ളി, തക്കാളി ഇതൊക്കെ സെറ്റാണ്. ബാക്കിയുള്ള സാധനങ്ങളിങ്ങനെ 1 by 1 മറൂഫ് ബ്രോ ഉണ്ട് നിയന്ത്രിക്കാൻ. പിന്നെ നമ്മളെ ചീഫ് ഷെഫ് മാനുപ്പാ സെറ്റല്ലോ ഓക്കെ. പിന്നെ അതാ ഹെൽപ്പർമാരായിട്ട് നജാദ് ഉണ്ട്. ഫുള്ള് സെറ്റാണ്. നമ്മളെ യൂട്യൂബ് വ്ളോഗർ ഇവിടെ എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് നമ്മളെ ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും. എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാ വീഡിയോയും നല്ല വിശദമായിട്ട് തന്നെ ചാനലിൽ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇന്നും പ്രിപ്പയർ ചെയ്തത്. കാരണം ഇവിടെ ബാബിക്കൊന്നും ചെയ്യാൻ സൗകര്യം കുറവാണ്. അതായത് ബക്കാലയും സംഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ട രീതിയിൽ സാധനങ്ങൾ കിട്ടൂല. കറിയൊക്കെ നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ കുക്ക് മാനുപ്പ. അതേപോലെ ടെൻ്റൊക്കെ റെഡിയാണ്. അപ്പോൾ ഇനി രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. അതാ നമ്മൾ നല്ല ടെൻ്റ് അടിച്ച് സ്റ്റേ അടിച്ച സ്ഥലമാണിത്. 7:30 ആയി. നന്നായിട്ട് ഉറങ്ങി. നല്ല അടിപൊളി കാറ്റും തണുപ്പും അല്ലായിരുന്നു. കൂടുതൽ ഓവർ തണുപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ് മാത്രം ഇട്ടിട്ടാണ് കിടന്നത് ടെൻറ്റിൻ്റെ. കാരണം നല്ല കാറ്റ് കിട്ടി, സുഖമായിട്ട് ഉറങ്ങി. സൗണ്ട് വളരെ ഹാർഡായിട്ടുള്ളത്. കാരണം ഇറങ്ങി എണീറ്റ് ഉടനെയുള്ള അവസ്ഥയാണ്. മോർണിംഗ് 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 തെറ്റല്ലേ? എന്താണ് രാവിലത്തെ പരിപാടി? ഫുഡ് എന്താണ് കാര്യമായിട്ട്? ഇത് ചോദിച്ചോ. നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കാനുള്ള പരിപാടി? നൂഡിൽസ് മാത്രം.
അത് മതി. അനക്കെന്താണ് പരിപാടി? വൈബ് വൈബ്. ഞാൻ വിചാരിച്ചു വേറെന്താ ഇരുത്താണെന്ന്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് മുകളിലേക്ക് കയറി നോക്കാം. കുട്ടി ഒന്ന് കഴിയണം. അയ്യോ, ഇതിന്റെ മുകളിലത്തെ വ്യൂ എന്താന്ന് നോക്കാൻ പറ്റാ. ഇത് ഇവിടെ ഒരു വാദിയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ പച്ചപ്പ് കാണുന്ന വെള്ളം പോകുന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് മരങ്ങൾ, അതേപോലെ മണ്ണുള്ള സ്ഥലങ്ങൾ. ഒന്നുകൂടി കയറി നോക്കല. വാവ്, സൂപ്പർ. കട്ടങ്കാപ്പി നൂഡിൽസ് ഒക്കെ റെഡി ആയി. രണ്ടാമത് പിന്നെ മുളമ്പിട്ടോ വേദന ഇന്നത്തെ ഭണ്ടാരിതാ ഒന്നുമില്ല. മിസ്റ്റർ റിയാസ്. പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇവിടുന്ന് ഇനി നേരെ ഞങ്ങൾ അബഹാർ റൂട്ടിലേക്കാണ് പോകുന്നത്. ഒരു ഗ്രാമത്തിലൂടെയുള്ളൊരു വഴിയുണ്ട്, കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ചുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വഴിക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഇതാണ് നമ്മളെ വെള്ളത്തിൻ്റെ സൗകര്യം. ഇതിൻ്റെ ഉള്ളിലതായി കാണുന്നത് വാട്ടർ ടാങ്കാണ്. ഇതാണ് വാട്ടർ ടാങ്ക്. ഈ ടാങ്ക് പോയതായി പൈപ്പ് പോയാണ് വെള്ളം എടുക്കാറ്. അപ്പം പോയി നോക്കാം. ഇനി അങ്ങോട്ട് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ടാണ്. നേരത്തെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, മുന്നത്തെ വീഡിയോ കണ്ടവർക്ക്. അടിപൊളി ഓഫ് റോഡ് റൂട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അത് നമ്മളിവിടുന്ന് പുറപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലമാണ്. ഒരു വേസ്റ്റ് നമ്മളിവിടെ ബാക്കിയാക്കിയിട്ടില്ല. എല്ലാം ഒരു കവറിലൊക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വേസ്റ്റ് ഡസ്റ്റ്ബിന്നിൽ കളയാൻ എത്തിയിട്ട്. കാരണം ഇത് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ. പലരും പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ട് ഫുള്ള് വേസ്റ്റൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടാണ് പോക്ക്. അവർക്കൊന്നും ചെയ്യരുത് നമ്മൾ. കാരണം ഇതൊക്കെ റിമോട്ട് ഏരിയ ആണ്. ഇവിടെ ഒന്നും വേസ്റ്റ് മാനേജ് ചെയ്യാൻ ആരും ഇല്ലാത്തതാണ്. അതേപോലെ മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്. ഈ ആടും അതും ഇതൊക്കെ മേയാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. ആ ലോറിക്ക് എങ്ങനെ കയറി ഇറങ്ങിയല്ലേ?
അപ്പൊ ഓൻ ഒരു അടുത്തേക്ക് പോകുമ്പോ നമ്മള് വേറെ അടുത്തേക്കാരും പോലെ. പക്ഷെ ഇവിടെ ഇന്നലെ ഇന്നത്തെ അതിനൊക്കെ വാങ്ങിയിട്ട് എന്താ കാര്യങ്ങൾ അച്ചറിയാലോ ഓൻ പറയാം എനിക്ക് വേണം പറയും പിന്നെന്താ ഇത് ജിസാൻ ബോർഡറിലൊക്കെ പറത്തിയ വെടി വെച്ചിടും. കുറച്ചൊക്കെ വന്നിച്ചായിട്ടാണെങ്കിൽ വല്ലാതെ താത്താ. അല്ലാതെ ഇപ്പൊ ഫ്ലൈറ്റ് പോകണ്ട ഡ്രോൺ പത്തുന്നു. അല്ല ഒരു പോയിന്റ് ആണ് അവൻ പറഞ്ഞത്. കാരണം റഡാറിലത് പതിഞ്ഞു കഴിഞ്ഞാല് ഒരു ചക്രം നോക്കാൻ ഞാൻ ആരെങ്കിലും അടയാളത്തിൽ നിൽക്കണ്ടായിരുന്നു. ആ ഇതിന്റെ മേലെ കല്ല് അറിയിക്കാനോ അല്ലാണ്ട് ആ പാറേന്റെ മേലെ കല്ല് അട്ടിച്ചു. അല്ല ഇജ്ജ് ഇന്നലെ ഇവിടുന്ന് എടുത്ത ആ വീഡിയോ ഇതുവരെ അയച്ചെന്നില്ല കേട്ടോ. മൊബൈൽ അടിയിൽ വെച്ച് കണ്ട് ആ സ്ഥലം അത് വല്ലാത്തൊരു ഓഫ് റോഡ് തന്നെയല്ലേ. ഇതൊന്നും ആരും വെട്ടി ഉണ്ടാക്കിയതല്ലല്ലോ അല്ലേ. പാറന്റെ ഗ്യാപ്പാണ്. പക്ഷെ നമ്മള് വേണമെങ്കിലും ഒരു സാധനം കണ്ടാ പോയി വെക്കിയിട്ട് നല്ലൊരു ടാസ്ക് ആയിട്ടുള്ള കയറ്റാണിത്. എന്നുവെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ ബാക്ക് അടി തട്ടാനും എന്നൊക്കെയുള്ള ചാൻസ് കൂടുതൽ. വലിയ കുഴികളാണുള്ളത്. അതേപോലെ കയറ്റും അങ്ങനെ തന്നെ. നോക്കാം നമുക്കൊന്ന് കയറി വരുന്നത് എങ്ങനെയാണ്. ഇങ്ങോട്ട് ലെഫ്റ്റ് കൂട്ടിട്ടോ. നീ റൈറ്റ് കൂട്ട്. ലെഫ്റ്റ് ഒരു വൻ ടാസ്ക് കയറ്റാണ്. പോട്ടെ ക്ലച്ച് പോല കളിക്കരുതിട്ടോ. പോട്ടെ അങ്ങോട്ട്. പോട്ടെ നമുക്ക് റൈറ്റ് കൂട്ടിയാൽ മതി. കുറച്ചുകൂടി തട്ടും. ഇത് ബാക്കിൽ ആ സംഭവം തട്ടും. ഇങ്ങോട്ട് ഇറക്കണ്ട. റിവേഴ്സ് ഇറക്ക്. വിപ്പിന്റെ സൈഡ് അടുപ്പിച്ച് കയറ്. വിപ്പിന്റെ സൈഡ് അടുപ്പിച്ചിട്ട് ഈ ഇറങ്ങിക്കാളാ. ഈ കുഴിയിൽ ഇറങ്ങാണ്ടെന്നാ മതി. ഈ സംഭവമാണ് ഇതിനെ തട്ടുന്നത്. ഇത് ഞങ്ങൾ അയച്ചു വെക്കാൻ ഇതിന്റെ കീ എടുക്കാൻ മറന്നുപോയി. ഇത് ലഗേജ് കാരിയറിനുള്ള ഹുക്കാണ്. ലെഫ്റ്റ് വിട്ട് അല്ല റൈറ്റ്. ഇത് കയറി പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ സ്മൂത്തായിട്ടാണ് കയറുന്നത്. 4 വീല് ലോയിലിട്ടിട്ട് ഫസ്റ്റ് ഗിയറിലിട്ടിട്ടാണ് വലിപ്പിക്കുന്നത്. ഹൈ ഗിയറിലിട്ടിട്ട്. അതുകൊണ്ടാണ് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുന്നത്. ഈ നാട്ടിലെ ഈ ഗ്രാമത്തിലെ മൂപ്പൻ്റെ വീടാണ് തോന്നുന്നുണ്ട്. കോൺക്രീറ്റ് ഇട്ട വീട് കാണുന്നുണ്ട്. വലിയൊരു വീട്. നമ്മുടെ നാട്ടിലെ തമിഴ്നാട്ടിലൊക്കെ പോയാലുണ്ടാകുന്ന വരും മതിലും സംഭവങ്ങളൊക്കെ ആയിട്ട്. അടുത്ത കയറ്റം. ഓൻ കയറിക്കോട്ടെ. പോട്ടെ
എന്റെ ഭാഗം വരുന്ന നോക്കി കേട്ടോ. ഇല്ലല്ല, ക്ലിയർ പോട്ടെ. അല്ല എന്റെ ഭാഗം മാക്സിമം എടുക്കാനുള്ള പരിപാടി. ആ, ഞാൻ ഈ സ്പെക്സിന്റെ ഇതിന്റെ മിററിന്റെ ലെവലിലായിട്ട് പോട്ടെ. ഓ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള പാറ. ലെഫ്റ്റ് കൂട്ടി കേട്ടോ. അങ്ങനെ പോലെ ഓ, ലെഫ്റ്റ്. ഓക്കെ, മുന്നോട്ട് കാണില്ല. ബോണറ്റ് ഇങ്ങനെ ഒന്നിട്ടേ അപ്പൊ നമ്മൾ ആ മലയുടെ മുകളിലോട്ട് വീണ്ടും തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്കൊക്കെയുള്ള വ്യൂ ഒന്ന് കാണാൻ നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീട്, കാറ്റി സൈഡാക്ക്. നല്ല അടിപൊളി ഒരു കാറ്റാണ്. പവറട്ടെ. ഇവിടെ കുത്താൻ ചാൻസ് ഉണ്ട്. കേറിട്ടൊന്നും നിർത്തിക്കുമല്ല. പോട്ടെ. ആയില്ല. ഓക്കെ. ആ, ചെറുതായിട്ടുണ്ട്. ആ തട്ടെന്തായാലും ഉണ്ടോ? റൈറ്റ് കൂട്ട്. എന്റെ ഭാഗത്തേക്കാ പോട്ടെ. ഇപ്പൊ ക്യാമറ സ്ട്രെയിറ്റ് ആണ് വെച്ചത്. വണ്ടി നിൽക്കുന്ന പൊസിഷൻ നോക്കി. പോ. ഇന്നലെ ഹൈലക്സ് ഇവിടെ നല്ല കറക്കുന്ന ഇറങ്ങി. പക്ഷെ ഇപ്പൊ കൂളായിട്ട് കയറി പോകുന്നില്ല. ഇതിന്റെ ടയറിന്റെ വീതി തന്നെയാണ് അതിന്റെ മെയിൻ. അപ്പോൾ ഈ ഇന്നലെ നമ്മൾ പോയ ലൊക്കേഷൻ്റെ ബേസ് ക്യാമ്പാണ് ഇത് വരുന്നത്. ഇവിടം വരെയാണ് ടാർ റോഡ് വരുന്നത്. ഈ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇവിടുന്ന് പിന്നെ നിങ്ങളിതാ ഇതിൻ്റെ ബാക്കിലൂടെ ഒരു ട്രാക്ക് പോകുന്നുണ്ട്. ഈ ട്രാക്ക് ഫോളോ ചെയ്താൽ പോകേണ്ടത് ശരിക്കും ഇതുവഴി ഇങ്ങനെ അങ്ങ് പോവാണ്. പക്ഷേ ഡൈവേർഷൻ വരുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആവാതെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളോട് നോക്കിയിട്ട് പോകണം. ചോദ്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആ പൂളിലേക്ക് പോകണമെങ്കിലാണ്. അല്ല റൂട്ട് എക്സ്പ്ലോർ ചെയ്ത് പോരാനാണെങ്കിൽ നേരെ ഈ ഒരു വഴിയിലെങ്ങനെ അങ്ങ് പോയാലും നിങ്ങൾക്ക് എത്താൻ പറ്റും. കുറേ അങ്ങോട്ട് പോവുക. അതേപോലെ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തിട്ട് പോകുന്ന അതേ റൂട്ടിൽ തിരിച്ചു വരാൻ പറ്റും. പിന്നെ വഴിയിലൊക്കെ ചില ഇവിടുത്തെ ലോക്കൽസ് ആളുകളുണ്ട്. അവർക്ക് നല്ല പെരുമാറ്റമാണ്. ശരിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടാണ്. നമ്മളോട് ഭയങ്കര കൂളായിട്ടാണ് അവർ സംസാരിക്കുന്നതെന്നൊക്കെ. കാണുന്നവരൊക്കെ നമ്മൾ വിഷ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ അടുത്തും സപ്പോർട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അതാ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ ഓഫ് റോഡ്. ഈ ഒരു ഞാനിട്ട ലൊക്കേഷൻ വരെ എത്തുന്നതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് വരുന്ന ഒരു ഓഫ് റോഡാണിത്. ഈ ഒരു ഓഫ് റോഡ് തുടങ്ങുന്ന സ്ഥലത്തുമ്പോഴേക്കും നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കണ്ടാൽ അറിയാം നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. മതി വമ്പൻ ടാസ്കാ.
ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ്. ഫോഗുണ്ട്, അതുകൊണ്ട് ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല. ഇങ്ങോട്ട് പിടിക്കാം. ഇവിടെ നിറഞ്ഞിട്ട് അവിടെ തട്ടിക്കൽ ടാസ്കാന്ന് പറഞ്ഞത്. നടന്നേനെ. ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല. ഫോഗുണ്ട് അത്യാവശ്യം. പിന്നെ വണ്ടി ഓടിക്കുന്നവരൊന്നും അറിയില്ല കേട്ടോ. കൈപ്പല വ്യൂസ് തന്നെ ഉള്ളു ഇവിടെ, ഒന്നും പറയാനില്ല. ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊക്കെ വന്നാല് ശരിക്കും മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു പോവാം. പ്രത്യേകിച്ച് ജിസാന് പിന്നെ അതേപോലെ അസീർ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വളരെ എളുപ്പം വരാൻ പറ്റിയ ലൊക്കേഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇവിടം വരെയാണ് ഓഫ് റോഡ് ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ടാർ റോഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര ഡേഞ്ചർ റോഡാണിത്. കാരണം കൺട്രോൾ പോയാൽ ഒരു രക്ഷയില്ല. ബാരിക്കേഡോ സംഭവം ഒന്നുമില്ല. ഫുൾ ക്രേസിലുള്ളത്. വയനാട് ചുരക്കണ ഫീലാ. അതെ, നമ്മളെ വണ്ടി മാനുവൽ ആയതുകൊണ്ട് ഒരു നാടൻ നല്ലൊരു ഇങ്ങനത്തെ ഒരു സംഗതി. ഇപ്പൊ നമ്മളൊരു സ്പോട്ട് കണ്ടിട്ട് ഒന്ന് കേറി നോക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇത് പൊളി സ്പോട്ടാണ്. നമ്മൾ കേറാണ്. ഒരു നല്ലൊരു കുന്നാണ്. പഠിച്ചോണേ കണ്ടില്ലേ? നമ്മൾ വന്ന റൂട്ടാണിത്. കണ്ടോ റോഡ് കണ്ടോ? നല്ല ഹെവി, എന്താ പറയാ, ഒരു കറക്റ്റ് ഒരു ലഡാക്കൊക്കെ പോയ അവിടെ ഈ സ്പോട്ടൊക്കെ ഇതാണ് നമ്മളെ റൂട്ട്. ഇതാണ് എന്നാ റൂട്ടാ, ഒരു രക്ഷയില്ല. പൊളിന്ന് പറഞ്ഞാ പൊളി, പെരുമ്പൊളി. എഫ് ജെ കമാൺ. എഫ് ജെ കയറി വരുന്നേ. നരസിംഹയിലുണ്ട്. അയിലോ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കാം. ഈ ഒരു സൈഡ് കണ്ടോ? സൈഡിലൊരു വാദിയും ചെറിയൊരു ഗ്രാമമൊക്കെ കാണുന്നുണ്ട് അവിടെ. നിങ്ങൾക്ക് ക്യാമറ കിട്ടുന്നുണ്ടോ അറിയില്ല. ഇപ്പോൾ ഈ ഒരു ജിസാൻ വാദിലജബ് റൂട്ടിൽ നിന്ന് ഡൈവേർഷൻ എടുക്കേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. അതായത് ജിസാൻ വാദിലജബ് ഹൈവേ ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കിത് അവിടെ ഒരു ടർഫ് കാണാൻ വേണ്ടി പറ്റും. ഫുട്ബോൾ ഗ്രൗണ്ട്. അത് ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് മുകളിൽ നിന്നൊക്കെ വ്യൂ ഉള്ളൊരു ടർഫാണ്. ഈ ടർഫിന് തൊട്ട് മുന്നായിട്ട് ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ജംഗ്ഷൻ എന്നാണ് നിങ്ങൾക്ക് ഡൈവേർഷൻ എടുത്ത് വരേണ്ടത്. ഈ ഡൈവേർഷൻ എടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഈ ഒരു മൗണ്ടെയിൻസിലോട്ട് തന്നെയാണ്. വേറെ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ ഓഫ് റോഡ് പോകുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ട്രാക്ക് ഇട്ടിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഈ കാണുന്നതാണ് ഇതിൻ്റെ സൈൻ ബോർഡ്. ഈ സൈൻ ബോർഡ് എന്നതാ ഈ റോഡിന് ഇങ്ങോട്ടേക്കാണ് ഡൈവേർഷൻ എടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് ഇതുമുണ്ട്. അതുപോലെ തന്നെ ഈ താഴെ ഭാഗത്ത് കാണുന്നതാ ഈ കാണുന്ന ടർഫും. നമ്മൾ കുളിക്കാനും ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടി മറൂഫ് ബ്രോൻ്റെ കസിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നാണ്. ഇതാണ് അവരുടെ ബിൽഡിങ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി ബാത്റൂമിലേക്ക് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ നമുക്ക് അടിപൊളി ട്രീറ്റൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല കപ്സേ അൽഫാമും. പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനാണ്. പൊളിയല്ലേ? ഞങ്ങൾ കറിയൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ കറി എന്താ പറയുക, ഇത് ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ കറി രാത്രി കഴിക്കുക എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ബേസ് ഏരിയയിലുള്ള കുറച്ച് മലയാളികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതാണ് മാറൂഫിൻ്റെ കസിൻ. ഇവരെ റൂമിലും ഇവരെ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എന്തായിരുന്നു പേരെന്തായിരുന്നു? ഹസൻ. ഹസൻ. നാട്ടില് മഞ്ചേരി കാരക്കുന്ന് അല്ലേ? ഞാൻ അസ്ലം കാരക്കുന്ന് തന്നെ. അസ്ലമ കാരക്കുന്ന്. ഞാൻ സലീം മണ്ണാർക്കാട്.
പാലക്കാട് ജില്ല. പാലക്കാട് അല്ലേ? ശരി. മുത്തലിബ് മലപ്പുറം ഇടവണ്ണ. എഡോൺ. ഓക്കെ. സഫിയർ. സഫീർ മാറൂഫിൻ്റെ കസിനാണ്. അപ്പോൾ താങ്ക്സ്. അപ്പോൾ ഇതുവരെയുള്ള കാഴ്ചകളും എല്ലാം എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് അടിച്ച് കാണുക. ഒരുപാട് ഇൻഫർമേഷൻസ് എല്ലാം പറയുന്നുണ്ട്. നമ്മളോട് നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി നോക്കുക, പോയിട്ട് അവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ. ഇന്ന് ഞങ്ങൾ തിരിച്ചു വന്ന ആ ഒരു റൂട്ടും അതേപോലെ ഇന്നലെ ഞങ്ങൾ പോയ റൂട്ടും എല്ലാം ശരിക്ക് ലൈഫിലൊരു പ്രാവശ്യമെങ്കിലും പോയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഒന്ന് പറ്റുന്നവരൊക്കെ ടീമൊക്കെ ആയിട്ട് പോയിട്ട് എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ മാത്രം പോയാൽ പോരല്ലോ, ബാക്കിയുള്ളവരും പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.